നമസ്കാരം. നമസ്കാരം. ആരാ? എന്താ? ഞങ്ങൾ വസുന്ധരാമയുടെ ഫാൻസാണ്. കോളേജിലേക്കൊന്ന് ക്ഷണിക്കാൻ വന്നതാ. ഓ, സന്തോഷം. വരൂ, ഇരിക്കൂ. കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരടുപ്പാ. ആ ജീവിതമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും കൂടെ പഠിച്ച ഒരാളെങ്കിലും കാണാതിരിക്കില്ല. പിന്നെ നേരം വെളുക്കോളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിപ്പാ. മാഡം ഏത് കോളേജിലാ പഠിച്ചത്? താമ്പരത്ത് ക്രിസ്ത്യൻ കോളേജിൽ. നിങ്ങളൊക്കെ ഏത് കോളേജിലെയാ? ഞങ്ങൾ സെന്റ് മേരീസിലെയാ. എന്ത് ഫംഗ്ഷനാ? എപ്പോഴാ? എന്തായി? ആദ്യമൊക്കെ അവർ വരാമെന്ന് സമ്മതിച്ചതാ. വലിയ വാചോടിയായിരുന്നു. സെന്റ് മേരീസ് എന്ന് കേട്ടപ്പോ ഡും, ഗ്യാസ് ഔട്ട്. അത്രയ്ക്ക് കുപ്രസിദ്ധമാണല്ലോ നമ്മുടെ കോളേജ്. പിന്നെ ഫോറിൻ ട്രിപ്പ് ഉണ്ട്, തുടർച്ചയായി പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുന്ദരമായിട്ട് അങ്ങ് തഴഞ്ഞു. മായ എങ്ങോട്ട് പോകുന്നു? എനിക്ക് അവരെ ഒന്ന് കാണണം, തനിച്ച്. എന്താ മായെ, എന്തോ ഒളിപ്പിക്കുന്നു പോലെ? ഒന്നുമില്ല, പിന്നെ പറയാം. മറ്റൊരു നാടകത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാൽ മതി. പൊയ്ക്കോ. എന്താ? ഓട്ടോഗ്രാഫ്. സെന്റ് മേരീസില? അതെ. എന്താ പേര്? അഞ്ജു മഹേന്ദ്ര. മാഡം, ഒരു പെൺകുട്ടി വിളിച്ച് വല്ലാതെ ശല്യപ്പെടുത്തുന്നു. ഇപ്പൊ 7 പ്രാവശ്യമായി. മാഡത്തോട് സംസാരിക്കണമെന്ന്. കണക്ട് ചെയ്യണോ? പേര് ചോദിച്ചില്ലേ? ചോദിച്ചു. അഞ്ജു മഹേന്ദ്ര എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം മാഡം? കണക്ട് ചെയ്ത് നിങ്ങൾ ഫോൺ താഴെ വെച്ചോളൂ. കണക്ഷൻ കൊടുത്തിട്ടുണ്ട് മാഡം. ഹലോ, ഇന്ന് ഓട്ടോഗ്രാഫ് ഒപ്പിടിക്കാൻ വന്ന പെൺകുട്ടിയാ ഞാൻ. പേര് അഞ്ജു മഹേന്ദ്ര എന്ന് കള്ളം പറഞ്ഞത് ആ മുഖത്തെ ഭാവവ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കാനായിരുന്നു. ശ്രദ്ധിച്ചു. മായയാണ് ഞാൻ, മായ വിനോദിനി. ഞാൻ എന്റെ അമ്മയെ ഒന്ന് കണ്ടോട്ടെ. എന്താ എന്താ പറഞ്ഞേ? മായ വിനോദിനി എന്ന ഞാൻ KS വസുന്ധരാദേവി എന്ന എന്റെ അമ്മയെ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന്. എന്താ കുട്ടി പറയുന്നേ? ഞാൻ ആരുടെ അമ്മയല്ല. എനിക്കങ്ങനെ ഒരു മകളും ഇല്ല. രാത്രിയിലാ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ. മേലാലി നീ ഇങ്ങോട്ട് വിളിക്കരുത്. ഹലോ ഹലോ.
യെസ് മാഡം. ഇനി ആര് വിളിച്ചാലും ഞാനില്ലെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ആരെന്നെ കാണാൻ വന്നാലും കടത്തി വിടരുതെന്ന് പറഞ്ഞേക്കണം. എന്റെ മാനേജർ ബാലരാമവർമ്മയുടെ റൂമിൽ വിളിച്ച് എന്നെ ഒന്നൊന്ന് കാണാൻ പറ. ഓക്കെ മാഡം. എന്താ ബാലണ്ണ ഇത്? എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? എന്തു പറ്റിയമ്മ? മായ വിളിച്ചിരുന്നു എന്നെ. അവൾ അവളുടെ അമ്മയെ ഒന്ന് കണ്ടോട്ടെന്ന്. എന്താ ഞാനിതെന്റെ സ്വപ്നം വല്ലതും കാണുകയാണോ? ഇത്രയും കാലം നമ്മൾ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം ഇതെങ്ങനെ പുറത്തായി? ഇവളിതെങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു ഇവളോട്? ആരോടൊക്കെ ഇവളിത് പറഞ്ഞു കാണും? എന്തൊരു അഹങ്കാരമാണ് അവളുടെ സ്വരത്തിൽ പോലും. എനിക്കൊരു സമാധാനവും ഇല്ല. എനിക്ക് ഉടനെ ശിവപ്രസാദിനെ കാണണം. ഇവിടെ വെച്ച് വേണ്ട, അയാളുടെ വീട്ടിൽ വെച്ച് വേണ്ട, എവിടെയെങ്കിലും വെച്ച് രഹസ്യമായി എനിക്ക് ഉടനെ അയാളെ കാണണം. ബാലൻ ഏർപ്പാടേ. മായ ഇന്ന് എന്നെ കാണാൻ വന്നു. എന്നെ ഫോണിൽ വിളിച്ചു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നിങ്ങൾ അവളോട് പറഞ്ഞോ? ക്ഷമിക്കണം, ഞാനത് പറഞ്ഞുപോയി. ഈ കൊലച്ചതി എന്നോട് കാണിക്കണമായിരുന്നോ ശിവപ്രസാദ്? മാഡം എന്നെ നോക്കാൻ ഏൽപ്പിച്ചത് വിലപ്പെട്ട ഒരു ജീവനാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഏറെ ചിന്തിക്കാനോ ഫോണിലോ നേരിലോ ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല, സാവകാശവും ഉണ്ടായിരുന്നില്ല. മായ അപകടകരമായ കാര്യങ്ങളിലേക്ക് നീങ്ങി. ആ ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്ന് അറിയാമായിരുന്നതുകൊണ്ട് എന്റെ ബുദ്ധി തോന്നി ഞാൻ ചെയ്തു. ആ രഹസ്യം ഞാൻ പറഞ്ഞു. എന്നോട് പൊറുക്കണം. ഇല്ല, നിങ്ങളോട് ഒരു കാലവും ഞാൻ പൊറുക്കില്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന ആ രഹസ്യം ഒരു വലിയ ഭാരമായി തോന്നിയെങ്കിൽ അതൊന്ന് ഇറക്കി വെക്കണമായിരുന്നെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. എന്ത് പ്രതിവിധി വേണമെങ്കിലും ഞാൻ കണ്ടേനെയല്ലോ. എന്നെ ഇങ്ങനെ ചതിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. 24 മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് തരും. അതിനുള്ളിൽ മായയോട് നിങ്ങൾ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്ന് നിങ്ങൾ അവളെ ബോധിപ്പിക്കണം, നിങ്ങൾ അവളെ വിശ്വസിപ്പിക്കണം. ഇല്ലെങ്കിൽ ഹോസ്റ്റലിൽ വിളിച്ചപ്പോൾ ജയന്തി പറഞ്ഞു എവിടേക്കോ കറങ്ങി നടക്കുകയാണെന്ന്. പലയിടത്തും തിരക്കി. എന്താ ഈ രാത്രിയിൽ ഇങ്ങനെ? അങ്കിളിന് ഇപ്പൊ എന്താ വേണ്ടത്? മായയുടെ അമ്മ എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ മായയോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ബോധിപ്പിക്കണമെന്നും മായയെ കൊണ്ട് അത് വിശ്വസിപ്പിക്കണമെന്നും ശാസിച്ചു പറഞ്ഞു. 24 മണിക്കൂർ സമയവും തന്നിട്ടുണ്ട്. മായ എന്നെ സഹായിക്കണം. എങ്ങനെ? ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വിശ്വസിക്കണം. അത് മറക്കണം. അളവില്ലാത്ത സ്വത്തിനുടമയാണ് വസുന്ധരാദേവി. എന്തും എവിടെയും സ്വാധീനിക്കാൻ കഴിവുള്ളവരുമാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവരും. തീർച്ചയായും മായ മോളെ അവർ അംഗീകരിക്കില്ല. എനിക്കുള്ളതെല്ലാം
വസുന്ധരാദേവി കനിഞ്ഞു നൽകിയ ഔദാര്യങ്ങളാണ്. അവർ വിചാരിച്ചാൽ നാളെ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ തെരുവിൽ നിൽക്കേണ്ടി വരും. ഒരമ്മയുടെ സ്നേഹം, ഒരച്ഛന്റെ സ്നേഹം മായ സ്വീകരിക്കുമെങ്കിൽ അത് എത്ര വേണമെങ്കിലും ഞങ്ങൾ തരാം. ഇത്രയും കാലം മായ നോക്കി വളർത്തിയവനെന്ന നിലയിൽ ഞാൻ അപേക്ഷിക്കുക, ദേവിയത് വസുന്ധരാദേവിയെ മറക്കണം. അങ്കിൾ, ഈ ലോകത്ത് എനിക്ക് മറക്കാൻ പറ്റാത്തതായി ഒരേ ഒരാളേ ഉള്ളൂ, വസുന്ധരാദേവി എന്ന എന്റെ അമ്മ. 1-2 വർഷങ്ങളിലല്ല, 19 വർഷത്തെ ക്രൂരമായ പരിഹാസത്തിനാണ് ആ സ്ത്രീ എനിക്ക് മറുപടി പറയേണ്ടത്. അവരെ ഞാൻ വിടില്ല, ഒരു കാലം വിടില്ല.